കാടും കാട്ടുമൃഗങ്ങളും പച്ചപ്പും ഹരിതാപയും ഊഷ്മളതയൊക്കെ ഉള്ളൊരു കാഴ്ച കാണാൻ പോയാലോ? ഇത് വേറൊന്നുമല്ല, കർണാടകയിലുള്ള നാഗർഹോളെ ടൈഗർ റിസർവ്. അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവാ സങ്കേതം ആണ് ഈ നാഗർഹോളെ ടൈഗർ റിസർവ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയനാടിനും ബന്ദിപ്പൂരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാടാണ്. ഇതെല്ലാം ഒറ്റ കാടാണ്. അപ്പം നമ്മളിത് കാണാൻ വന്നത് കോഴിക്കോട് ഇവൻ്റെ വീട്ടിൽ നിന്നാണ്. ഇവൻ്റെ വീട്ടിൽ നിന്നാണ്. ഓക്കെ, കോഴിക്കോട് നിന്ന് ഞങ്ങൾ നേരെ വയനാട് പോയി. വയനാട് ഒരു ദിവസം നിൽക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് കാട്ടിക്കുളത്ത് നിന്ന് ഒരു 10-15 കിലോമീറ്റർ ദൂരെയുള്ള തിരുനെല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലോവ് എന്ന് പറഞ്ഞിട്ട് ഒരു കിട്ടില റിസോർട്ടുണ്ട്. തോൽപ്പട്ടി കാടിന് അടുക്കുള്ള ഒരു കിട്ടില റിസോർട്ടാണ്. മഡ് ഹൗസ് ഒക്കെ പോലത്തെ സെറ്റപ്പ് ഒക്കെയാണ്. നമ്മൾ അവിടെ ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്ത് അവിടുത്തെ കാടിൻ്റെ കാഴ്ചകളും ചെറിയൊരു അരുവിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ച് റിലാക്സ്ഡായിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീറ്റ് നേരെ വെച്ച് പിടിച്ചത് ഈ നാഗർഹോളയിലുള്ള ജംഗിൾ ലോഡ്ജ് റിസോർട്ടിലോട്ടാണ്. വേറൊന്നുമല്ല, നാഗർഹോള അതായത് കബനി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ട്രെക്കിംഗ് സഫാരി സെറ്റപ്പിൽ നിങ്ങൾക്ക് 2 രീതിയിൽ വരാം. ഒന്നെന്ന് വെച്ചാൽ JLR ജംഗിൾ ലോഡ്ജ് റിസോർട്ടിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സഫാരി, ഫുഡ്, സ്റ്റേ, അല്ലറ ചില്ലറ കാര്യങ്ങളെല്ലാവരും നോക്കിക്കോളും. അവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പിന്നെ വേറെ കാര്യത്തെ പറ്റി ഒന്നും ബോധർ ചെയ്യേണ്ട. അതല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നാഗർഹോളെ ടൈഗർ റിസർവിൻ്റെ ഒരു ഓഫീസുണ്ട് ഈ JLRൻ്റെ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരെ, ദമ്മംകട്ടെ. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഫാരി ബുക്ക് ചെയ്യാൻ പറ്റും. വീക്ക് ഡേയ്സിൽ 600 രൂപയ്ക്ക് നിങ്ങൾക്ക് സഫാരിക്ക് പോകാം. അതല്ലെങ്കിൽ വീക്കെൻഡ്സിലാണെങ്കിൽ 450. പക്ഷേ അതിനകത്തൊരു വ്യത്യാസം എന്ന് വെച്ചാൽ 600 രൂപ ആകുമ്പോഴത്തേക്കും 3 മണിക്കൂർ കിട്ടും, 450 ആകുമ്പോഴത്തേനും 1.5 മണിക്കൂർ. ക്ലോവ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങൾ നേരെ മാനന്തവാടി ബാവാലി ചെക്ക് പോസ്റ്റിൽ വന്നു. ആ ചെക്ക് പോസ്റ്റ് രാവിലെ 6 മണിക്ക് തുറന്നാൽ വൈകുന്നേരം 6 മണിക്ക് അടയ്ക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്, ബാവാലി ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് 6 മണി, രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഇത് ഓപ്പൺ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വന്നാൽ ഇവിടെ കിടക്കേണ്ടി വരും. സോ അത് പ്ലാൻ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് 20 രൂപയുടെ പാസ് എടുക്കണം നമ്മുടെ വണ്ടിക്ക്. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് എത്തണം. അതാണ് ഇവിടുത്തെ റൂള്. തിരിച്ചു വരുന്ന വഴിക്ക് കുറേ ആനിമൽ സൈറ്റിംഗ് കിട്ടിയായിരുന്നു. നമ്മളൊരു ആന, കാട്ടുപോത്ത് ഒറ്റ ഫ്രെയിമിലല്ലേ, ചെറിയ ചെറിയ അങ്ങനത്തെ ജീവികളെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഏതാടാ സ്ഥലത്തിൻ്റെ പേര് പിന്നെ പറഞ്ഞല്ലോ, ഉണ്ണിയപ്പം കിട്ടുന്നത് ഷോപ്പ്. എന്നാലും അത് ഏതോ സ്ഥലത്തിനടുത്താണല്ലോ, കാട്ടിക്കുളത്തിൻ്റെ അടുത്തുള്ള ഉണ്ണിയപ്പം ഷോപ്പിൽ നിന്ന് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ മേടിച്ചിട്ട് നമ്മൾ മൈസൂർ മാനന്തവാടി റോഡിൽ കൂടെ 26 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ JLR എത്തിയത്. ആ വരുന്ന വഴി ചെറിയ വഴിയാണ്, നമ്മുടെ മുത്തങ്ങ മൈസൂർ റോഡിനേക്കാളും ചെറിയ വഴിയാണ്. പക്ഷേ ആനിമൽ സൈറ്റിങ്ങിന് ചാൻസ് കൂടിയ റോഡാണ്. അങ്ങനെ വന്ന് നമ്മൾ JLR എത്തി, ചെക്ക് ഇൻ ചെയ്ത് അന്ന് വൈകിട്ട് തന്നെ സഫാരിക്ക് പോയി. പക്ഷെ അതിനു മുമ്പ് ഈ JLRനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അതിന് കബനി റിവർ ലോഡ്ജ് എന്നുള്ളൊരു പേരുണ്ട്. അതെന്താ സംഭവിച്ചാല് ഇത് കബനി നദിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. കബനി നദി അതുപോലെ കബനി ഡാം വന്നതിന് ശേഷമാണ് കബനി നദി ഉണ്ടാവുന്നത്. ആണോ? അങ്ങനെയാണ്. അതെ. അതുകൊണ്ടാണ് അങ്ങനല്ല കബനി നദി. പൊതുവെ ആൾക്കാർക്ക് ഈ ഒരു ട്രെക്കിങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു സഫാരിക്ക് കബനി സഫാരി എന്നാണ് അറിയപ്പെടുന്നത്. JLR എന്നുള്ളത് പണ്ട് മൈസൂർ മാനന്തവാടി ഹൈവേ പോയിക്കൊണ്ടിരുന്ന സ്ഥലം ഉണ്ടായിരുന്നു ഈ കബനി നദിയോട് ചേർന്നിട്ടുള്ളത്. അപ്പം ഈ കബനി ഡാം എനിക്കൊന്ന് 1974 മറ്റാണെന്ന് തോന്നുന്നു. ആ സമയത്ത് കണ്ടാണ് അങ്ങനെ ആ ഡാം വന്നപ്പോഴത്തേക്കിനും അതിന്റെ റിസർവയറിലായിരുന്ന ആ റോഡ് മുങ്ങിപ്പോവുകയും പിന്നീട് ഉള്ളതാണ് ഇപ്പം കറന്റ്ലി ഉള്ള റോഡ് പിന്നീട് വന്നതാണ്. അപ്പം കബനി നദിയുടെ തീരത്ത്, കബനി ഡാമിന്റെ ഒക്കെ തീരത്തുള്ള ഈ ഒരു സെറ്റപ്പ് ആയതുകൊണ്ടാണ് ഇതിനെ കബനി സഫാരി എന്നും കൂടെ വിളിക്കപ്പെടുന്നത്. പിന്നെ ഈ JLRനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് മൈസൂർ രാജഭരണ കാലത്തൊക്കെ അവിടുത്തെ രാജാക്കന്മാർ വേട്ടയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പം ഇടത്താവളമായിട്ട് വന്ന് നിന്ന സ്ഥലമായിരുന്നു ഈ പറയുന്ന. ഇടത്താവളല്ലോ ബൈ, വേട്ടയ്ക്ക് വന്നിട്ട് നിൽക്കുന്ന സ്ഥലം. അവര് കൊട്ടാരത്തിൽ നിന്ന് വരുമ്പോൾ ഇത് ഇടത്താവളമല്ലേ, എന്താടാ. അപ്പൊ അങ്ങനെ വന്ന് നിന്ന സ്ഥലമാണ് റെനോവേറ്റ് ചെയ്തിട്ട് റിസോർട്ട് സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്നത്. കാണുമ്പോൾ ഭയങ്കര ട്രഡീഷണൽ ലുക്കിൽ നമുക്ക് തോന്നുകയല്ല ഇത്രയും വലിയ സെറ്റപ്പ് ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ളത്. പക്ഷെ കയറി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ആണ്. പല കാറ്റഗറി ഓഫ് റൂംസ് ഉണ്ട്. ഈവൻ ഡോർമെട്രി തന്നെ നൈസാണ്. നല്ല നൈസാണ്. ഡോർമെട്രി തന്നെ ധാരാളം എനിക്ക് നമ്മുടെ അഭിപ്രായത്തിൽ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവാ സങ്കേതമാണെന്ന് പറഞ്ഞല്ലോ ഈ നാഗർഹോളെ ടൈഗർ റിസർവ്. 125ഓളം കടുവകൾ വിഹരിക്കുന്ന ഒരു കാടാണിത്. അത് 2018 സെൻസസ് വെച്ചിട്ടാണ്. ഇപ്പം അതിന്റെ കണക്കൊക്കെ മാറി പറഞ്ഞിട്ടുണ്ടാകാം. ശരിക്കും ബന്ദിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ഇതെല്ലാം. നമ്മൾ ട്രെക്കിങ്ങിനൊക്കെ സഫാരിക്ക് പോകുമ്പോഴത്തേക്കും ബന്ദിപ്പൂരും വയനാടും ഈ നാഗർഹോളയും കൂടെ കൂടിച്ചേരുന്ന സ്ഥലങ്ങൾ. അതാണ് നമ്മൾ പറഞ്ഞത് 2183 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഉമ്മിണി വലിയ കാടാണ് ഈ 3 കൂടി ഒറ്റ കാടാണിത്. അപ്പം അതിൽ സ്പ്ലിറ്റ് ചെയ്ത് വന്ന 36ാമത്തെ ടൈഗർ റിസർവ് ആണ് ഈ നാഗർഹോളെ ടൈഗർ റിസർവ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുതുമല, തമിഴ്നാടിൻ്റെ പാർട്ടായിട്ടുള്ള ഈ ഫോറസ്റ്റിന് തന്നെ പാർട്ടായിട്ടുള്ള മുതുമല ടൈഗർ റിസർവ് ഒക്കെ ഉടലെടുത്ത് ഇതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ഈ നാഗർഹോളിലെ ഈ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഷബീർ ഷംസുദ്ദീൻ, എൻ്റെ കൂടെ ശ്രീനാരായണനുണ്ട്. അപ്പം മല്ലു ട്രാവലറിൻ്റെ കാട്ടിലേക്കുള്ളൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
പിന്നെ ഈ കാട് കയറുമ്പം എല്ലാവരും ഒരു ആഗ്രഹമായിരിക്കും എന്താണ് വന്യമൃഗങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുക എന്നുള്ളത്. പക്ഷേ അതിന് പറ്റിയ സ്പെക്കുള്ള ക്യാമറാസോ അല്ലെങ്കിൽ ലെൻസോ ഒന്നും എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. നമ്മുടെ കയ്യിലും അതിനുള്ള ലെൻസൊന്നും ഇല്ലായിരുന്നു. അപ്പം ഈ JLR-ന് 2 കിലോമീറ്റർ അടുത്ത് കാരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ടോഹോൾഡിൻ്റെ ഒരു ക്യാമറ ഷോപ്പുണ്ട്. അവിടെ നമുക്ക് വേണ്ട ലെൻസ് ക്യാമറാസൊക്കെ നിങ്ങൾക്ക് റെൻറ്റിനെടുക്കാൻ പറ്റും. നമ്മളങ്ങനെ ഒരു 200-600 വൈൽഡ് ലൈഫിനൊക്കെ പറ്റിയ ഒരു ലെൻസ് ഇവിടെ നിന്ന് റെൻറ്റിനെടുത്ത് 1700 പെർ ഡേ അതിന് ചാർജ് വരുന്നത്. ഈ ടോഹോൾഡിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അവിടെ കയറിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ JLR-ലെത്തി. സമയം പോയി. ട്രിപ്പ് പോകാനായിട്ട് 3 മണിക്കത്തെ വണ്ടി അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് പോയിട്ട് വന്നിട്ട് JLR-ന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നമ്മൾ ഓടിപ്പിടിച്ച വണ്ടി കയറിയത് ബസ്സായിരുന്നു, അതുകൊണ്ട് സൈഡ് സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ സൈഡിൽ കിട്ടിയ ചങ്ങായി ഒരു ക്യാമറമാൻ ആയതുകൊണ്ട് നമുക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്ത് തരുന്നുണ്ട്. കറങ്ങാം കേട്ടോ. ഏതായാലും നമ്മൾ 2 ദിവസം ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത ട്രിപ്പിനെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ നമുക്കൊന്ന് കയറാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആനിമൽ സൈറ്റിംഗ് കിട്ടുന്നുണ്ടോ നോക്കാം. എല്ലാം കിട്ടുന്നില്ല. ആന 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 ഇതിൽ കൂടെ നോക്കുമ്പോഴേ നമ്മുടെ കൈയുടെ അറ്റത്തേക്കുന്നുണ്ട്. ഫസ്റ്റ് അങ്ങനെ ഒരു ആനയെ കിട്ടി. തുടക്കത്തിൽ തന്നെ ചെക്ക് പോസ്റ്റ് ആയിട്ട് കയറുമ്പോൾ തന്നെ ഒരു ആനയെ കിട്ടിയിട്ടുണ്ട്. ഐശ്വര്യത്തോടെ തുടങ്ങാം. മാൻകുട്ടി മാൻകുട്ടി ചെറിയ മാൻകുട്ടി. മയിലല്ല, അതിൽ കൂടെ നോക്കുമ്പോൾ അടുത്ത് കാണാമോ? പിന്നെ ഇത് ഇത്രയും വലിയ കുഴപ്പമായിട്ട് അടുത്ത് കാണത്തി. ചെറിയൊരു മയിൽക്കുട്ടി, മയിലിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കുട്ടികളും ഉണ്ട്. കാട്ടുപോത്ത്, കാട്ടിൽ നിന്നൊക്കെ ഇവർ വിളിക്കുന്ന കാട്ടുപോത്തുകൾ 2 സൈഡിലും. ഈ സൈഡ് നിൽക്കുന്നതിന് കുറച്ച് കളർ പോകുന്നുണ്ട്, ആ സൈഡ് നിൽക്കുന്ന വേറെ കളർ. ഇത് 2 രാജ്യമുണ്ട്. കുളിക്കാതെ വന്നതാ. ലെപ്പാട് ഫേസില്ല, തിരിഞ്ഞിരിക്കുക. ആ മരത്തിന് ആ ബുഷിലല്ലേ? കാണാവോ? നിനക്ക് കാണാവോ? ബുഷ് കാണാൻ ഇളകുന്നതും കാണാം. ലെപ്പാടിനെ മാത്രം കാണുന്നില്ല. കണ്ടോ? അതിന് കിട്ടിയോ? സാധനം കിട്ടിയോ? അവിടെ ഫുൾ ആനയാണോ? അവരൊരുമിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ടോ ആ കുട്ടീനെ അവർ നടത്തുന്നുണ്ടോ? പ്രൊട്ടക്ട് ചെയ്ത് നടത്തുന്നത്, അതാണ് സ്കീം. എന്താ സൗണ്ട് കേട്ടത്? മീറ്റിംഗ് കോളാന്ന് പറഞ്ഞത്. മീറ്റിംഗ് കോൾ. എന്തിനുള്ള മീറ്റിംഗ്? മീറ്റിംഗ്. അവരുടെ സ്വകാര്യതയിലോട്ട് നമ്മൾ കൈ കടത്തരുത്. ഒച്ചയായിട്ടും പിന്നെ താനീ ലെൻസുമായിട്ട് നിൽക്കുന്നത് എവിടെ? ഒച്ചയായിട്ട് എവിടെ? കാടിന്റെ വനാന്തരങ്ങളിൽ. എൻ്റെ പൊന്നു ടീം, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആട്ടോ. What is that? What is that? Bison. ഇവരൊരു രജനീകാന്ത് ഫാൻ അല്ലെന്ന് തോന്നുന്നു. തനിയെ വരത്തില്ല, കൂട്ടമാ വരുന്നത്. എന്നെ കൊമ്പാടാ, എന്നെ എടുപ്പാടാ. ഞങ്ങളുടെ ആദ്യത്തെ വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒരുമിച്ച് ഇതിന് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഇല്ല. ഉണ്ട് മസനഗുഡി. മസനഗുഡി പോയാലും ഇതുപോലെ ആനിമൽ സൈറ്റിങ് നമ്മൾ തീരെ എൻ്റെ അമ്മോ ട്രെക്കിങ്ങിന് പോയിട്ടില്ല, മീൻസ് സഫാരിക്ക് പോയിട്ടില്ല ഇതുവരെ. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ, അടിപൊളി. ഇനി 3 കൂടെ ഉണ്ട്, 3 സഫാരി കൂടെ നമുക്കുണ്ട്. കബരി പൊതുവെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്രയും പൈസ മുടക്കി വരുന്നതിൽ നമുക്കൊരു നഷ്ടം തോന്നുന്നില്ല. അത് വർത്താണ്.
നമുക്ക് ഈ ട്രിപ്പ് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. സോഫ ഈ ഒരു വരവ് അടിപൊളിയായിരുന്നു. നമുക്ക് ഇവർ തന്നെ പറയുന്നുണ്ട് ഇത്രയും ആനിമൽ സൈറ്റിംഗ് ഒന്നും ഒരു ദിവസം കിട്ടാറില്ല എന്നൊക്കെ. പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടി. എക്സെപ്റ്റ് കടുവയും കൂടെ ഉണ്ട് പൊളിയാന്. നോക്കാം. ലെപ്പേർഡിന്റെ ഒരു ഭാഗം കണ്ടു. ലെപ്പേർഡ് തിരിഞ്ഞിരുന്ന് നമ്മളോട് പിണങ്ങി തിരിഞ്ഞിരിക്കുന്ന ഒരു ഭാഗം മാത്രമേ നമ്മൾ കണ്ടത്. നമ്മുടെ ആദ്യത്തെ സവാരി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചത് നമ്മുടെ JRL എത്തിയേക്കുവാണ്. ഇനി നമുക്ക് ഇവിടെയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോയി എടുത്തെല്ലാം ഒന്ന് കോപ്പി ചെയ്യണം. പിന്നെ അതിന് മുമ്പ് ചായ കുടിക്കണം, കഴിക്കണം. ഇവിടെ മ്യൂസിക്കൽ മൂവി, എന്തോ വൈൽഡ് ലൈഫ് മൂവിയൊക്കെ ഇവർ പ്ലേ ചെയ്യും. പിന്നെ ഇവിടെ കുറെ കാറ്റഗറി ഓഫ് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വഴിയെ കാണാം. ഇപ്പോൾ ഒന്ന് പോയിട്ട് ഫ്രഷ് ആകണം, ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റണം, ഇതെല്ലാം ഒന്ന് കോപ്പി ചെയ്യണം. അത്രേ ഉള്ളൂ പ്ലാൻ. ഓക്കെ.